എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളും, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളും, നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സംശയങ്ങളും, നിങ്ങൾ അറിയേണ്ട ചില സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക, വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അത് +1 പ്രവേശനത്തിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സംശയങ്ങളും ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് പേഴ്സണലായിട്ടും കമൻ്റായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്, പല വിദ്യാർത്ഥികളും. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള എല്ലാ ദൂരീകരണമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. അപ്പം ഈ +1 തേർഡ് അലോട്ട്മെൻറ്റിൽ ആരെയൊക്കെയാണ് പരിഗണിക്കുക എന്ന് വിദ്യാർത്ഥികൾ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് ഈ അലോട്ട്മെൻറ്റിൽ, അതായത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ എവിടെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതാണ്. നിങ്ങൾക്ക് എവിടെയും സീറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങളെ ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. പിന്നെ നിങ്ങൾ ഫസ്റ്റിലും സെക്കൻഡിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഹയർ ഓപ്ഷൻസിന് വേണ്ടി, അതായത് നിങ്ങളുടെ മുകളിലുള്ള ഓപ്ഷൻസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളെയും ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. അപേക്ഷയിൽ തെറ്റുവന്ന വിദ്യാർത്ഥികളെയോ നിങ്ങളുടെ ഫൈനൽ കൺഫർമേഷൻ നൽകാതെ പോയ വിദ്യാർത്ഥികളെയോ യാതൊരു കാരണവശാലും ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ മാത്രമേ പുതിയ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ആരെയൊക്കെയാണ് ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക എന്നത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സംശയമാണ്, തേർഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത സ്കൂള്, ഇഷ്ടമില്ലാത്ത കോഴ്സാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിക്കുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാമോ എന്ന്. വിദ്യാർത്ഥികൾ ആ ചോദ്യത്തിന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഇല്ല, ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ ലഭിച്ചാലും, അതായത് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റിലും സെക്കൻഡിലും എവിടെയും അഡ്മിഷൻ ലഭിക്കാത്തൊരു വിദ്യാർത്ഥിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഒരു സീറ്റ് ലഭിക്കുന്നതെങ്കിൽ ആ സ്കൂളായിരിക്കും നിങ്ങളുടെ പെർമനൻറ്റ് സ്കൂള്, നിങ്ങൾ 2 വർഷം പഠിക്കേണ്ട സ്കൂൾ. പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനെ അപേക്ഷിക്കാൻ പറ്റൂ. ഇനി ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾക്ക് ആ ഓപ്ഷൻ വേണ്ട, നിങ്ങൾ ഹയർ ഓപ്ഷൻസിന് വേണ്ടത് മുകളിലെ ഓപ്ഷൻസിന് വേണ്ടി കാത്തിരുന്നൊരു വിദ്യാർത്ഥിയാണ്. ബട്ട് നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തില്ല, നിങ്ങൾ മുകളിലെ ഓപ്ഷൻസിന് വേണ്ടി കാത്തിരുന്നുവെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻ എന്ത് ചെയ്തില്ല, ചേഞ്ച് ആയില്ല. നിങ്ങൾക്ക് ഫസ്റ്റിലും സെക്കൻഡിലും ലഭിച്ച അതേ സ്കൂൾ തന്നെയാണ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലും ലഭിക്കുന്നതെങ്കിൽ നിങ്ങളവിടെ ആ ടെമ്പററി, താൽക്കാലികമായി എടുത്ത അഡ്മിഷൻ പെർമനൻ്റ് ആക്കണം, സ്ഥിര അഡ്മിഷൻ ആക്കേണ്ടി വരും. നിങ്ങൾക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ സമയത്ത്. അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ hscap.kerala.gov.in hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് അതിൽ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ ലഭിച്ചില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി ഘട്ടത്തിലേ ഉണ്ടാകുകയുള്ളൂ. അതായത് ഈ തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി എന്ത് ചെയ്യും, മുക്കിഘട്ട അലോട്ട്മെൻറ്റ് കഴിയും. മുക്കിഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളും എന്ത് ചെയ്യും, ഈ തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി തീരുന്നതാണ്. അതായത് ഒരുപാട് വിദ്യാർത്ഥികളാണ് നമ്മളോട് പരാതി പറയുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, ബട്ട്
ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എന്നും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, എനിക്കും ഞാനിപ്പോൾ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് വേണ്ടി അപേക്ഷിച്ച് വെച്ചേക്കാണ്, ഡിഗ്രിക്ക് പോകാനിരിക്കുകയാണ്. അപ്പം ഞാൻ +1 അലോട്ട്മെൻറ്റ് 2 വർഷം മുമ്പ് +1 അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ 2 വർഷം മുമ്പ് +1 അലോട്ട്മെൻറ്റിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുമ്പോൾ 2 വർഷം മുമ്പ് ഞാൻ +1 അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് എന്ത് ചെയ്തില്ല, അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും എനിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. തേർഡ് അലോട്ട്മെൻറ്റിലാണ് എനിക്ക് ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ്. GHSS തായന്നൂർ സ്കൂളിൽ ഹ്യൂമാനിറ്റീസിനാണ് എനിക്ക് സീറ്റ് ലഭിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ അതാണ് കൊടുത്തത്. എനിക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്തു. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, എന്ത് ചെയ്തില്ല, ഫസ്റ്റ് എനിക്ക് ട്രയലിൽ സീറ്റ് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സീറ്റ് കിട്ടിയിട്ടില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ സീറ്റ് കിട്ടിയില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതിലും സീറ്റില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, സെക്കൻഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചു, അതിലും സീറ്റില്ല. തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അതെനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ വെച്ച അതേ സ്കൂളിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടുന്ന ഒരു അലോട്ട്മെൻറ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ. അത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ഫസ്റ്റിലും സെക്കൻഡിലും. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കുറേ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടും, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കുറച്ചും കൂടെ ഭേദമുണ്ടാകുമെന്നേ പറയാൻ പറ്റും. അത് കാര്യമായ രീതിയിലൊന്നും അലോട്ട്മെൻറ്റൊന്നും നടക്കുകയല്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കാര്യമായ രീതിയിൽ അങ്ങനെ അലോട്ട്മെൻറ്റൊന്നും പല വിദ്യാർത്ഥികൾക്കും കിട്ടാറില്ല. അതായത് കൂടുതൽ വിദ്യാർത്ഥികൾക്കും കിട്ടാറില്ല. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യുകയാണ്, ഒരു മാറ്റമാണ് അവിടെ കൊണ്ടുവരുന്നത്. ഫസ്റ്റും സെക്കൻഡും വരുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതെയാവുകയാണെങ്കിൽ, അതായത് ഒരു 100 പേര് അപേക്ഷിക്കുമ്പോൾ ഒരു 50 പേർ, ഒരു 40 അല്ലെങ്കിൽ 45 പേർക്ക് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ കിട്ടാറുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാണ്, തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുകയാണ്, ഒരു 100 പേർ അപേക്ഷിച്ചാൽ ഒരു 80, 85, 90, ഒരു 80, 85, 90ഓളം പേർക്ക് എന്ത് ചെയ്യുവാണ്, തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നതിലൂടെ അഡ്മിഷൻ ലഭിക്കും. തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാറുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സിനോട്, നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് കയറുന്നത്, അത് +1 പ്രവേശനത്തിലേക്ക് ഏറ്റവും കൂടുതൽ അലോട്ട്മെൻറ്റ് കയറുന്നത് എന്താണ്, തേർഡ് അലോട്ട്മെൻറ്റോടുകൂടിയാണ്. തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റിലും സെക്കൻഡിലും എവിടെയും കിട്ടാത്തവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് ദൂരീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർടെക്, ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.